മിശിഹായിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, നോമ്പുകാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ വിശുദ്ധ ഗ്രന്ഥ വായന വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയും 8-ാം അധ്യായം 12 മുതൽ 20 വരെയുമാണ്. പ്രത്യേകമായി കർത്താവ് നമ്മെ ഓരോരുത്തരെയും ദൈവികമായിട്ടുള്ള ചൈതന്യം ഉൾക്കൊള്ളാനായിട്ട് നമ്മളെ ക്ഷണിക്കുകയാണ്. യേശുവിൻ്റെ ദൈവികത ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് ആ ദൈവികത പ്രദാനം ചെയ്യാനുമായി ദൈവം നമ്മെ ഒരുക്കുന്നു. ഇന്നത്തെ പഴയ നിയമ വായനയിൽ നമ്മൾ ശ്രവിക്കുന്നുണ്ട് ഹാഗാറിനെ കാണുന്ന ദൈവം. അപ്പോൾ ഹാഗാർ പറയുന്നുണ്ട്, എന്നെ കാണുന്ന എൻ്റെ ദൈവം, എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു എന്നാണ് ഹാഗാർ പറയുന്നത്. അതേപോലെ തന്നെ ലേഖനത്തിൽ പൗലോസ്ലിഹ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ പുതുജീവനം നയിക്കുക, അതേപോലെ തന്നെ എളിമയോടുകൂടെ ഒരു ശരീരത്തിലെ അവയവങ്ങൾ എന്ന നിലയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ പരിഗണിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് തീരാനും ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. കർത്താവ് ഈശോ മിശിഹ നമ്മളോട് പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുമ്പോഴാണ് യഥാർത്ഥ പ്രേക്ഷിതരായി തീരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കർത്താവ് നമ്മളോട് പറയുന്നത്, അവിടുന്ന് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. പാപാന്ധകാരത്തിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും മോചിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള പ്രകാശത്തിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. പൂർണ്ണമായും കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിച്ചവരെ വിശുദ്ധത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഥാർത്ഥ പ്രകാശത്തിലേക്ക് വന്നവരെ, പ്രത്യേകിച്ച് സക്കേവൂസിൻ്റെ ജീവിതത്തിലും പാപിനിയായുള്ള സ്ത്രീയുടെ ജീവിതത്തിലും സമറിയാക്കാരുടെ ജീവിതത്തിലും ഇക്കാര്യം നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. യഥാർത്ഥ പ്രകാശം അവരിലേക്ക് വന്നപ്പോൾ പഴയ മനുഷ്യനെ അവർ ഉരിഞ്ഞു കളഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയായിട്ട് തീരാൻ അവർക്ക് സാധിച്ചു. ദൈവം നമ്മെ ഈ പുതിയ സൃഷ്ടിയുടെ ആ തലത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ദൈവം നമ്മെയും യഥാർത്ഥ പ്രകാശത്തിലേക്കായിട്ട് ക്ഷണിക്കുന്നു. പ്രകാശം ഉൾക്കൊള്ളാനും അങ്ങനെ നവീകരിക്കപ്പെട്ട് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നവരായി തീരാനും നമുക്ക് സാധിക്കട്ടെ. അപ്പോഴാണ് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുക. കർത്താവിൻ്റെ കൃപ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിൽ പ്രകാശിക്കുന്നവരായിട്ട് തീരാനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സംഭരിച്ചുകൊണ്ട് എല്ലാ തുറകളിലും കർത്താവിന് സാക്ഷ്യം വഹിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.